നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദേശീയ മാധ്യമങ്ങളിലും കേരളത്തിലെ മാധ്യമങ്ങളിലും പാറ്റകളുടെ പ്രതിഷേധത്തെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു. ജന്തർ മന്ദിറിന്റെ മുമ്പിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ അവർ പ്രതിഷേധിക്കുന്നു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര രാജിവെക്കണം, രാജ്യത്ത് ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറഞ്ഞത് 2 കോടി ആളുകൾ വരെ എത്തിയേക്കുമെന്നൊക്കെയായിരുന്നു വാർത്തകൾ. നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രത്യേക ആവേശമായിരുന്നു. അമേരിക്കയിൽ താമസിക്കുന്ന അഭിജിത്ത് ദീപ്കെ എന്ന പാറ്റ പാർട്ടിയുടെ സ്ഥാപകൻ ഇന്ന് വെളുപ്പിന് ഡൽഹിയിൽ എത്തുമ്പോൾ മുതൽ രാജ്യ തലസ്ഥാനം സംഘർഷഭരിതമാകും എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അഭിജിത്ത് ദീപ്കയെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും എന്നുവരെ ചില മാധ്യമങ്ങൾ എഴുതി. അതുകൊണ്ടൊക്കെ തന്നെ ഏതാണ്ട് 2000-ഓളം പോലീസിനെയാണ് ഡൽഹി പോലീസ് വിന്യസിച്ചത്. അഭിജിത്ത് ദീപ്കെ പറഞ്ഞതുപോലെ രാവിലെ തന്നെ എത്തി. പോലീസുകാർ പക്ഷേ ഒരു സംഘർഷവും ഉണ്ടാക്കിയില്ല. ജന്തർ മന്ദിറിൽ പോയി നിങ്ങൾ സമരിച്ചോളൂ എന്ന് പറഞ്ഞു വിട്ടു. ജന്തർ മന്ദിറിലേക്ക് പുതിയ തലമുറ ഒഴുകിയെത്തും, രാജ്യ തലസ്ഥാനം സ്തംഭിക്കും, മോദിയുടെ നെഞ്ചു പിടയ്ക്കുന്നു എന്നൊക്കെ വാർത്തകൾ വന്നെങ്കിലും മാധ്യമങ്ങൾ മുഴുവൻ കൂട്ടത്തോടെ അവരുടെ പിന്നാലെ പോയെങ്കിലും ഏറെ വൈകാതെ മാധ്യമങ്ങൾ വേറെ പണിക്ക് പോയി. കുറച്ചാളുകൾ എത്തി എന്നത് വാസ്തവമാണെങ്കിലും സംഘാടകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് കാര്യമായ ചലനമുണ്ടാക്കാൻ ഈ പ്രതിഷേധത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് പാറ്റകൾ മോദിയെ വിറപ്പിക്കാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ തത്സമയം പ്രക്ഷേപണം ചെയ്യാനെത്തിയവരൊക്കെ പതിയെ മുങ്ങിപ്പോയി. ഇതൊക്കെയാണെങ്കിലും പാറ്റകൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഈ അമിത പ്രാധാന്യവും പാറ്റകളുടെ ഈ കൂടിച്ചേരലും ആശങ്കയോടും സംശയത്തോടും കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ബൃഹത്തായ ഈ ജനാധിപത്യ രാജ്യത്തെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢാലോചനകളെ തിരിച്ചറിയാതിരിക്കുക സാധ്യമല്ല. പാറ്റകളെ നമ്മൾ അത്ര നിസ്സാരമായി കരുതരുത്. പാറ്റകൾ കൃത്യമായൊരു ഗൂഢാലോചനയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് കരുതാതിരിക്കാൻ നിവൃത്തിയില്ല. പലരും പാറ്റകളുടെ വക്താക്കളായി രംഗത്ത് വരുന്നത് പുതിയ തലമുറയുടെ അഴിമതി വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായാണ്. പുതിയ തലമുറയ്ക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അവർ പാറ്റകളുടെ മോഡലിൽ രംഗത്ത് വരുമ്പോൾ അവരെ തള്ളിപ്പറയുന്നതിനോട് വിയോജിപ്പുമില്ല. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭരണാധികാരികൾക്കെതിരെ ചോദ്യം ചെയ്യാൻ ഏത് സാധാരണ പൗരനും കഴിയുമെന്നതാണ്. എന്നാൽ ഈ പാറ്റയുടെ പിന്നിലെ ഗൂഢാലോചന നമ്മൾ മറന്നു പോകരുത്. ഈ പാറ്റകളായി രംഗത്തിറങ്ങിയിരിക്കുന്നവരൊക്കെ തന്നെ വളരെ ചെറിയ പ്രായക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇസഡ് ജനറേഷൻ റെസിസ്റ്റൻസ് എന്ന് പേര് കൊടുക്കുന്നത്. അവർക്ക് വികാരം മാത്രമാണുള്ളത്, വിചാരമില്ല. അവരുടെ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ പാറ്റക്കൂട്ടത്തിൻ്റെ ഭാഗമാവുന്ന മിക്കവരും തന്നെ വികാരത്തിന് അടിമപ്പെട്ട് സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ എത്തുന്നവരാകും. ഈ നിഷ്കളങ്കമായ സത്യസന്ധതയെ ചൂഷണം ചെയ്യാൻ അതിന് പിന്നിൽ ഗൂഢാലോചനക്കാരുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയെന്നും വരില്ല. കാരണം ഈ പ്രായം അങ്ങനെയാണ്. ചുറ്റിനും കാണുന്ന അഴിമതിക്കെതിരെ പ്രതികരിക്കാനുള്ള, തുല്യതയ്ക്ക് വേണ്ടി നിലയുറപ്പിക്കാനുള്ള തോന്നൽ ഉണ്ടാവുന്ന പ്രായമാണിത്. അതുകൊണ്ടാണ് CPIM എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഒരു മൂലയ്ക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും രാജ്യത്ത് ഏറ്റവും സ്വാധീനമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ഒന്നായി SFI നിലനിൽക്കുന്നത്. പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന സമ്പ്രദായവും ഇല്ലാതാവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ തെറ്റായി മാറും? എന്നാൽ ഇതൊന്നും നടക്കാത്ത ഉട്ടോപ്യൻ സങ്കല്പമാണെന്നും യഥാർത്ഥ ചൂഷകരും വികസന മുടക്കികളും നവസാമ്രാജ്യത്വ വക്താക്കളും ഇവരാണെന്നും തിരിച്ചറിയണമെങ്കിൽ പ്രായം കുറച്ചുകൂടി കടക്കണം. ഈ പാറ്റകളുടെ ബലഹീനതയും സത്യസന്ധതയും ആത്മാർത്ഥതയും തന്നെയാണ് ചിലർ ചൂഷണം ചെയ്യുന്നത്. ഇതൊരു ആഗോള ഗൂഢാലോചന തന്നെയാണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്നലെ ലണ്ടൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നു. നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ളതായിരുന്നു സെമിനാർ. അതിലെ മുഖ്യപ്രഭാഷകൻ ജസ്റ്റിസ് സൂര്യകാന്ത് ആയിരുന്നു. അതുമായി ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങളുമായി ചില പാറ്റകൾ എണീറ്റ് നിൽക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും ഇന്ത്യയിലെ അടിച്ചമർത്തലിനെ കുറിച്ചുമൊക്കെയാണ് അവിടെ ചോദ്യമുണ്ടായത്. വിഷയവുമായി ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പാറ്റകളെ അവിടെ എത്തിച്ചതുപോലും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ലോകത്തെ ഏറ്റവും അധികം ജനാധിപത്യമുള്ള രാജ്യം ഇന്ത്യയാണ് എന്ന് ഇവരൊക്കെ മറന്നുപോകുന്നു. ജനാധിപത്യത്തിൻ്റെ ഉത്തമ മാതൃക എന്നിവർ വിശേഷിപ്പിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇറാനിൽ നടത്തിയ യുദ്ധം, അല്ലെങ്കിൽ വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും പിടിച്ചുകൊണ്ടുവന്നതൊന്നും ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഇവർക്ക് തോന്നുകയോ ഇവരാരും ചോദ്യം ചെയ്യുകയോ കലാപത്തിനിറങ്ങുകയോ ചെയ്യുന്നില്ല. അതിനുള്ള ധൈര്യം ഇവർക്കാർക്കുമില്ല. അറബ് രാജ്യങ്ങളിൽ ഒരിടത്തും ഭരണകൂടത്തെ ഒരു തരത്തിലും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. അവിടെയൊന്നും ശബ്ദമുയർത്താൻ ഇവർക്ക് കഴിയില്ല. ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യ എന്ന നമ്മുടെ മാതൃരാജ്യത്തെ തന്നെയാണ്. ഇത് കേവലം പാറ്റ വിപ്ലവമല്ല, ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന സംഘമുണ്ട്. ജോർജ് സോറോസ് എന്ന ഹംഗറിയിൽ ജനിച്ച് അമേരിക്കൻ ബിസിനസ് ചെയ്യുന്ന വോക്കിസ്റ്റ് മുതലാളി തന്നെയാണ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ തോതിൽ ഫണ്ട് ഒഴുക്കുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ എന്ന നിലയിൽ ജോർജ് സോറോസിന്റെ NGO
ലോകമെമ്പാടും പണമൊഴുക്കുകയാണ്. ഇന്ത്യയിലെ ഇത്തരം കലാപകാരികളുടെ പിന്നിൽ ജോർജ് സോറോസുമാർ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കശ്മീരിലെ പാവപ്പെട്ട ബുദ്ധിസ്റ്റുകളെ തെരുവിലിറക്കാൻ ആസൂത്രണം നടത്തിയത് അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അക്കാലത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല എന്ന് ആശങ്കയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പാറ്റകൾ ഇന്ന് വാർത്ത സൃഷ്ടിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇന്ത്യയിലെ മിക്ക മാധ്യമങ്ങളും ആവേശത്തോടെ ജയ് വിളിക്കുന്നതിൻ്റെ കാരണവും അവരുടെ ഇന്ത്യ വിരുദ്ധ വികാരം തന്നെയാണ്. മോദിയുടെ പേരിൽ അവർ വെറുക്കുന്നതും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ഇന്ത്യയാണ്. നോക്കൂ, ഇത്തരം ന്യൂജൻ വിപ്ലവകാരികൾ കലാപമുണ്ടാക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന്. അവിടെയൊക്കെ ജനാധിപത്യം തിരിച്ചു വന്നോ. ശ്രീലങ്കയിലായിരുന്നു അവരുടെ ആദ്യത്തെ വിപ്ലവം. പിന്നീട് പരിപൂർണമായ വിജയത്തിലെത്തിയത് ബംഗ്ലാദേശിലായിരുന്നു. നേപ്പാളിലും ഇന്തോനേഷ്യയിലും ഫിലിപ്പീൻസിലും തിമോറിലും മാലിദ്വീപിലും ഇറാനിലും മംഗോളിയയിലുമൊക്കെ ഇവർ പരിശ്രമം നടത്തി. എന്നാൽ ഇവിടെ എവിടെയെങ്കിലും ഇവർ സ്വപ്നം കാണുന്ന, ഇവർ അവകാശപ്പെടുന്ന ജനാധിപത്യം നമ്മൾ കാണുന്നുണ്ടോ? ബംഗ്ലാദേശിൻ്റെ കാര്യം മാത്രം ഓർക്കുക. ഈ ന്യൂജൻ വിപ്ലവകാരികളാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ ഭരണം പിടിച്ചത്. എന്നിട്ട് ബംഗ്ലാദേശിൽ സംഭവിച്ചത് എന്താണ്? മത തീവ്രവാദികൾ അഴിഞ്ഞാടി. ഇതാണ് പറയുന്നത്, ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഇത്തരം പാറ്റകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സങ്കുചിത താല്പര്യമുള്ള ജോർജ് സോറോസുമാരാണ്. അവരുടെ ലക്ഷ്യം പലപ്പോഴും തിരിച്ചറിയുന്നത് വിപ്ലവാനന്തരമായിരിക്കും. ബംഗ്ലാദേശിനെ മതമൗലികവാദത്തിലേക്ക് തള്ളിവിട്ടു എന്നത് മാത്രം മതി ഇതിന് ഉദാഹരണമായി കാണാൻ. ഇത്തരം ഗൂഢാലോചനകളെ രാജ്യസ്നേഹികൾ ചെറുത്തു തോൽപ്പിക്കണം. പാറ്റ വിപ്ലവം ജനാധിപത്യത്തിൻ്റെ ആഘോഷമല്ല, നേരെ മറിച്ച് ഇന്ത്യ മഹാരാജ്യത്തിനെതിരെയുള്ള ഗൂഢാലോചനയാണ്.